വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ തൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യപുത്രൻ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരുവാൻ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ ശിഷ്യരെ നേരിട്ട് സംബോധന ചെയ്തുകൊണ്ടാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത്. ലോകത്തിൽ അവർക്കുള്ള ദൗത്യം വ്യക്തമാക്കി കൊടുക്കുന്നതിന് ഉപ്പിൻ്റെയും പ്രകാശത്തിൻ്റെയും സാദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. മനുഷ്യജീവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ് ഉപ്പ്. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 26-ാം വാക്യത്തിലൂടെ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാവാത്മകമായ ഗുണവിശേഷങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ജീവദായകമാണ്, ജീവസംരക്ഷണമായ ഗുണങ്ങൾ അതിനുണ്ട്, സംയോജന ശക്തി അതിനുണ്ട് എന്നീ അർത്ഥങ്ങൾ ഈ ഉപ്പിന് ഉപയോഗിക്കുകയാണ്. ജീവദായകമാണ്, ജീവൻ സംരക്ഷിക്കുവാനുള്ളതാണ്, അതേപോലെ സംയോജന ശക്തി ഉള്ളതാണ് ഉപ്പ്. ഉപ്പിന് ശുദ്ധീകരണ ശക്തിയുണ്ട്. ബലിവസ്തുക്കളോടൊപ്പം ഉപ്പ് ഉപയോഗിച്ചിരുന്നതായി ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകം 43-ാം അധ്യായം 24-ാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്. രുചിയില്ലാത്തതിന് ഉപ്പ് രുചി നൽകുന്നു എന്ന് യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവൻ അപകടകരമായ ജെറിക്കോയിൽ അരുവി ഏലീഷ പ്രവാചകൻ ഉപ്പ് ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 22 വരെ. ഉപ്പ് ഭക്ഷ്യപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള ലോകം ധാർമ്മികമായി സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത് അധപ്പതിക്കാതെ കാത്തു സൂക്ഷിക്കുക ശിഷ്യന്മാരുടെ കടമയാണെന്ന് ഈശോ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ധാന്യബലിയോട് ചേർക്കുന്ന ഉപ്പിനെ പറ്റി പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം, 2 ദിനവൃത്താന്തങ്ങൾ 13-ാം അധ്യായം 5-ാം വാക്യം. ഈ ഉപ്പിനെ ഉടമ്പടിയുടെ ഉപ്പെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. ശിഷ്യന്മാർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നാണ് ഈ പരാമർശത്തിൻ്റെ ഉദ്ദേശം. സ്വയം ശുദ്ധീകരിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയുള്ളൂ. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി യഹൂദ റെമ്മിബാർ ഇതിനെ വിശേഷിപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടുത്തെ പ്രബോധനങ്ങളനുസരിച്ച് തങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രചോദനം നൽകും എന്നുള്ളതാണ്. വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ശിഷ്യർ ലോകത്തിൽ ഉറകട്ടുപോയ ഉപ്പിന് സദൃശ്യരാണ്. ഇനി നാം പ്രകാശത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പുതിയ നിയമത്തിൽ യേശുവാണ് പ്രകാശം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പ്രകാശമാണ്.
മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ ആർക്കും മറച്ചു വയ്ക്കുവാനാവില്ല, അത് പ്രകാശിക്കുവാനുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഭാവി ജെറുസലേമിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകുന്നത് യേശുവിലും അവിടുത്തെ ശിഷ്യന്മാരിലുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജെറുസലേമിൻ്റെ ഭാവിയെക്കുറിച്ച് ഏശയ്യാ പ്രവാചിക്കുന്നുണ്ട്. ഏശയ്യാ 42-ാം അധ്യായം 7-ാം വാക്യം, 49-ാം അധ്യായം 6-ാം വാക്യം. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം എന്ന്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുക അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതകൾക്ക് പ്രകാശമായിട്ടാണ്. നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്ക്, വിജ്ഞാനികളായ രാജാക്കന്മാർക്ക് രാജാതിരാജനെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഈ പ്രകാശത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയാണ്. യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രവർത്തന ശൈലിയും സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ തൻ്റെ സഭ മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ പ്രശോഭിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ശക്തരായി മാറുകയാണ്. നമ്മിൽ അലസത കൂടാൻ പാടില്ല. രണ്ടാമത്, എപ്പോഴും നാം സാക്ഷിയായിരിക്കുവാനുള്ള ഒരു വിളിയാണ് തമ്പുരാൻ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉപ്പായി പ്രകാശമായി മാറിയ ഒരു വ്യക്തിയാണ് നവംബർ മാസം 4-ാം തീയതി പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചതനുസരിച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വിശുദ്ധ റാണി മരിയ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ എന്നുള്ള ആ പദവി എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. കാരണം ഒരു ധീര രക്തസാക്ഷിയായിട്ടാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിക്കുന്നത്. ധന്യമായ ഒരു ജനനം 1954 ജനുവരി മാസം 29-ാം തീയതി പെരുമ്പാവൂർ പുല്ലുവഴി ഒട്ടലി കുടുംബത്തിൽ പൈലിയുടെയും ഏലിശായുടെയും മകളായിട്ടാണ് ജനിക്കുന്നത്. ജ്ഞാനസ്നാനപ്പേര് മേരി എന്നായിരുന്നു, ഓമനപ്പേര് മേരി കുഞ്ഞ് എന്നായിരുന്നു. അങ്ങനെ പ്രായത്തിൽ വളർന്നു വന്ന സഹോദരി വിശ്വാസ തീഷ്ണതയിൽ, പ്രാർത്ഥനയിൽ, പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതയായിരുന്നു. പ്രാർത്ഥന, ഭക്തകൃത്യം എന്നിവയിൽ കുട്ടിക്കാലം മുതൽ അവൾ അതീവ ശ്രദ്ധയുള്ളവളായിരുന്നു എന്ന് സിസ്റ്ററിൻ്റെ വാത്സല്യ അമ്മ ഏലിശ പറയുന്നുണ്ട്. മകളെക്കുറിച്ച് അമ്മ പറഞ്ഞു, മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അവൾക്ക് നല്ല അനുസരണമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ മകളെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ അമ്മ സംസാരിക്കുന്നത്. മതബോധന ക്ലാസ്സുകളിൽ അതീവ താല്പര്യത്തോടെ സംബന്ധിച്ചിരുന്നു. വിദ്യാഭ്യാസം പുല്ലുവഴി ജയകേരള സ്കൂളിലും നടത്തി. ഹൈസ്കൂൾ പഠനം തൃപ്പൂണിത്തറ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് പഠനം നടത്തിയത്. 10-ാം ക്ലാസ് പഠനത്തോടെ ദൈവവിളി സ്വീകരിക്കുവാനുള്ള വലിയ ഉൾപ്രേരണ അവൾക്കുണ്ടായി. ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ അംഗമായി ചേരുവാൻ അവൾ തീരുമാനമെടുത്തു. പിതൃ സഹോദരപുത്രിയായ സിസ്റ്റർ സോണി പ്രചോദനം, പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ മകൾക്ക് ഒരു വലിയ മാതൃകയായി ജീവിച്ചു. എന്നാൽ സഹോദരങ്ങൾ ഒന്നടങ്കം എതിർത്തു. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ ആ വാക്യവും എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവവിളി എന്നത് ആരും കൊതിച്ചു കിട്ടുന്നതല്ല മക്കളെ, അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ നിശ്ചയമാണ്. അവളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്, നിങ്ങൾ എന്തിന് എതിര് നിൽക്കുന്നു? ഈ വാക്കുകൾ കുടുംബാംഗങ്ങളെല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് 1972 ജൂലൈ 3-ാം തീയതി മേരിക്കുഞ്ഞ് അങ്കമാലിക്കടുത്തുള്ള കിടങ്ങൂർ മഠത്തിൽ ചേർന്നു. പരിശീലനങ്ങൾക്ക് ശേഷം 1974 മെയ് 1 ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ
ആദ്യ വ്രതവാഗ്ദാനം ചെയ്ത് റാണി മരിയ എന്ന നാമം സ്വീകരിച്ചു. മിഷൻ കൗൺസിലറായിരുന്ന സിസ്റ്റർ ഇൻഫൻറ്റ് മേരി തൻ്റെ നോവീസിനോട് മിഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. വടക്കേ ഇന്ത്യയിലുള്ള പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തെ അറിയാത്തവരായ ജനങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് ആവശ്യകത സിസ്റ്റർ നൊവീസസിനെ ബോധ്യപ്പെടുത്തി. മിഷനറിമാരുടെ സങ്കടങ്ങൾ കേട്ട് റാണി മരിയ പറഞ്ഞു, ഞാനും മിഷനിൽ പോയി പാവങ്ങളെ ശുശ്രൂഷിക്കും, അവർക്ക് വേണ്ടി മരിക്കും എന്ന്. 1980 മെയ് 22 സിസ്റ്റർ റാണി മരിയ ആലുവയിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി ഈശോയ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ചു. 1975 ഡിസംബർ 24 റാണി മരിയ ബിജനോറിൽ എത്തി. തുടക്ക സമയത്ത് കുറേ നാൾ അധ്യാപനത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്കൂൾ ജോലിക്ക് ശേഷവും ഉച്ച കഴിഞ്ഞുള്ള സമയം അവൾ സാമൂഹിക സേവനത്തിനായി സമയം ചിലവഴിച്ചു. ബിജനോറിലെ കുഗ്രാമങ്ങളിൽ കാലികളെ മേയിച്ച് അലഞ്ഞു നടന്നിരുന്ന കുട്ടികളെ തേടിപ്പിടിച്ച് മരച്ചുവട്ടിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു. ആദ്യം ചെയ്തത് അങ്ങനെയുള്ള വേലയാണ്. അതോടൊപ്പം ബാലവാടികളും വയോജന ക്ലാസ്സുകളും റാണി മരിയ സംഘടിപ്പിച്ചു. വീടിനും റോഡിനും വെള്ളത്തിനും വെളിച്ചത്തിനും വേണ്ടി റാണി മരിയ പദ്ധതികൾ ഒരുക്കി. ഇത്തരം നിരന്തരമായ അധ്വാനം അവളുടെ ദിനചര്യയായി മാറി. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക വഴി നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്ന ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സിസ്റ്റർ സ്ഥൈര്യം നേരിട്ടു. സേവ് എ ഫാമിലി പ്ലാൻ പദ്ധതിയുടെ ഒരു നല്ല സഹകാരിയായി പ്രവർത്തിച്ചുകൊണ്ട് ഗ്രാമങ്ങളെ വികസന പാതയിലേക്ക് കൊണ്ടുവരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഗ്രാമത്തിലെ ചെറ്റക്കുടിലുകൾ പലതും വീടുകളാക്കി മാറ്റി, നടപ്പാതകൾ റോഡുകളാക്കി, ചതുപ്പ് നിലങ്ങൾ കൃഷിഭൂമികളാക്കി, കിണർ കുഴിപ്പിച്ചു, വൈദ്യുതി വിതരണം നടപ്പിലാക്കി, തണുപ്പ് കാലത്ത് കമ്പിളി വിതരണം ചെയ്തു, വിശക്കുന്നവർക്ക് ആഹാരവും തൊഴിൽ രഹിതർക്ക് ജോലിയും നൽകി. തിമർപൂർ ഗ്രാമത്തിൽ തുണിനെയ്ത്തുശാല ആരംഭിച്ചു. പിൽക്കാലത്ത് അത് റാണി മിൽസ് എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ വർഗീസ് കോട്ടൂർ CMI ഇപ്രകാരം പറഞ്ഞു, സിസ്റ്റർ റാണി മരിയയ്ക്ക് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതാഹ്വാനത്തെയും വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയുടെ ജീവിതശൈലിയെയും കുറിച്ച് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതിനായി സിസ്റ്റർ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. തന്മൂലം വലിയ പ്രതിസന്ധികളിൽ അതിപടരാതെ മുമ്പോട്ട് പോകുവാൻ സിസ്റ്ററിന് സാധിച്ചു. 1983 മെയ് 23 ബിജനോറിൽ നിന്ന് സത്നാരൂപതയിലെ ഒഡ്ഗസി എന്ന സ്ഥലത്തേക്ക് ഒരു മലമ്പ്രദേശമാണ് അവിടെ എത്തിച്ചേർന്നു. വീട്, റോഡ്, വെള്ളം, വെളിച്ചം, ഭക്ഷ്യവിഭവങ്ങൾ, തൊഴിൽ എന്നിവ സൗകര്യപ്രദമായും നവീനമായും ലഭിക്കുന്നതിന് സിസ്റ്റർ പല കർമ്മ പദ്ധതികളും വിഭാവനം ചെയ്തു. അജ്ഞരും അപരിഷ്കൃതരുമെങ്കിലും ദൈവദത്തമായ നിരവധി കഴിവുകൾ അവൾക്കുണ്ടെന്ന് സിസ്റ്റർ തിരിച്ചറിഞ്ഞു. ഓരോ വ്യക്തിയിലും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കുകയാണ് ഒരു സമൂഹത്തെ സുസ്ഥിരപ്പെടുത്തുവാൻ, അവരെ വിമോചിപ്പിക്കുവാനുള്ള വഴി വികസനവും വിമോചനവുമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് സിസ്റ്റർ അവിടെ പ്രവർത്തിച്ചത്. അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ ക്രിയാത്മകമായ പരിശീലനങ്ങൾ നൽകി. അതിനാൽ പ്രാപ്തരായ യുവജനങ്ങളെ ഓരോ ഗ്രാമത്തിലും കണ്ടെത്തി അവർക്ക് പ്രത്യേകമായ പരിശീലനങ്ങൾ നൽകി സെമിനാറുകളിലൂടെയും ക്യാമ്പുകളിലൂടെയുമൊക്കെ. വലിയ കിണർ കുഴിച്ച് പമ്പുകൾ ഘടിപ്പിച്ച് അത് തരിശുഭൂമികളിലും ചതുപ്പ് നിലങ്ങളിലും വൻതോതിൽ കൃഷിഭൂമിയാക്കി മാറ്റുവാൻ സിസ്റ്ററിന് സാധിച്ചു. വെള്ളം കെട്ടി നിർത്തി ജലക്ഷാമം പരിഹരിച്ചു. ലഘുനിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിച്ചു. ചെറുകിട വ്യവസായങ്ങൾ, കൈത്തൊഴിൽ എന്നിവ നടത്താൻ മഹിളാ സമാജങ്ങളെ തുടങ്ങി. അർത്ഥപട്ടിണിയിലും അധസ്ഥിതിയിലും കഴിഞ്ഞിരുന്ന സാധുജനങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. അവരുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ ചൂഷണം ചെയ്യുവാൻ തുനിഞ്ഞവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ചൂഷകരായ മേൽജാതിക്കാരുടെ ഭീഷണിയും
അനിഷ്ടത്തിനും ഇക്കാലത്ത് സിസ്റ്റർ കാരണക്കാരിയായി. ഭീഷണികൾക്ക് മുമ്പിൽ സധൈര്യം സിസ്റ്റർ നിലകൊണ്ടു. ലൈഫ് ഈസ് എ ചലഞ്ച്, ഫേസ് ഇറ്റ് ബോൾഡ്ലി. ഇതായിരുന്നു ആ സഹോദരിയുടെ ജീവിതശൈലി. ഓട്ട്ഗഡിലെ 9 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1992 മെയ് 18 ഇൻഡോർ രൂപതയിലെ ഉദയനഗറിൽ പ്രവർത്തനത്തിനായി സിസ്റ്റർ എത്തി. സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയ സിസ്റ്റർ അവിടുത്തെ ഗ്രാമവാസികളുടെ സാമൂഹിക പ്രവർത്തക നിലവാരത്തെക്കുറിച്ച് ഒരു സമഗ്ര പഠനം നടത്തി. ഉയർന്ന ജാതിക്കാരായ ബനിയ വിഭാഗത്തിൽപ്പെട്ട പണക്കാർ സാധാരണക്കാരെ ചൂഷണം ചെയ്തിരുന്നു. അവരുടെ ചൂഷണത്തിന് ഇരകളായ ആദിവാസികൾ, ഗിരിവർഗക്കാർ എന്നിവരെ സ്വയം പര്യാപ്തമാക്കുവാൻ സിസ്റ്റർ തീരുമാനമെടുത്തു. സേവാസമിതി, മഹിളാ മണ്ഡൽ എന്നിവ രൂപീകരിച്ചു. ആട് വളർത്തൽ, തേൻ ശേഖരണം മുതലായവയ്ക്ക് പുരുഷന്മാരും, ചന്ദനത്തിരി നിർമ്മാണം, ചാക്കുനൂൽ, സഞ്ചി ഉണ്ടാക്കൽ എന്നിവയ്ക്ക് സ്ത്രീകളും കുട്ടികളും പ്രാപ്തരായി. പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പക്കലും ബാങ്ക് മാനേജറുടെ പക്കലുമൊക്കെ സിസ്റ്റർ അനവധി തവണ ഓടിയെത്തി. ഒരിക്കലൊരു ബാങ്ക് മാനേജർ പരിഹാസത്തോടെ പറഞ്ഞു, സിസ്റ്റർ എന്തിന് അവർക്ക് വേണ്ടി ഇത്ര പാടുപെടുന്നു? കഴുത്തിൽ കിടന്ന ആ കുരിശ് എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ക്രിസ്തുവിന് വേണ്ടിയാണ് ത്യാഗനിർഭരമായ ഈ ജീവിതം സ്വീകരിച്ചിരിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രചോദിപ്പിച്ചു. എല്ലാ ദിവസവും അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ നേരം വ്യക്തിപരമായ പ്രാർത്ഥന നടത്തി പിന്നീട് സമൂഹത്തിൻ്റെ പൊതുവായ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് സമൂഹാംഗങ്ങൾക്ക് ഉണർവും ഉത്തേജനവും നൽകുവാൻ പര്യാപ്തമായിരുന്നു സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതം. വിജാതീയരും മതഭ്രാന്തരുമായവരുടെ മധ്യേ യേശുനാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ സിസ്റ്റർ തീഷ്ണതയോടെ ശ്രദ്ധിച്ചിരുന്നു. 1994 ഡിസംബറിൽ ഭോപ്പാൽ പ്രൊവിൻഷ്യൽ കൗൺസിലായി സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള കൗൺസിലറായി സിസ്റ്റർ ചുമതലപ്പെടുത്തപ്പെട്ടു. പാവങ്ങളെ ചൂഷണം ചെയ്ത ജന്മിമാർ സിസ്റ്ററിനെ അപായപ്പെടുത്താൻ വഴികൾ ആസൂത്രണം ചെയ്തു. 1995 ഫെബ്രുവരി 25 മാതാപിതാക്കളെ കാണുവാൻ കേരളത്തിലേക്ക് യാത്രയായി പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് ബസ് യാത്ര നടത്തി. ഇൻഡോറിലേക്കുള്ള ബസ്സിൽ കയറി കാട്ടുവഴികളിലൂടെ ബസ് നാഞ്ചൻപോൾ മല കയറാൻ തുടങ്ങിയപ്പോൾ സുമുന്ദർ സിംഗ് എന്ന വ്യക്തി ബസ് നിർബന്ധമായി നിർത്തിക്കുകയും സിസ്റ്ററിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ജീവൻ സിംഗ് എന്ന ജന്മിയുടെ പ്രേരണയിലാണ് ഈ സുമുന്ദർ സിംഗ് അതിക്രൂരമായി സിസ്റ്ററിനെ 50ഓളം കുത്തുകൾ ശരീരത്തിൽ കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഫെബ്രുവരി 27 വളരെ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അഭിമന്യ ജോർജ് ആനാത്തിൽ പിതാവ് സിസ്റ്ററിൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിച്ചു. 2005 ജൂൺ 29 റാണി മരിയ ദൈവദാസിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വന്തം സഹോദരി സിസ്റ്റർ സെൽമിയുടെ ക്യാൻസർ രോഗം അത്ഭുതകരമായി സുഖമാക്കപ്പെട്ടു. ആ പശ്ചാത്തലത്തിൽ 2017 നവംബർ മാസം 5 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനിയായ സിസ്റ്റർ റാണി മരിയ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരുവാൻ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ഉപ്പിൻ്റെ ഉപ്പ് തന്മ എന്ന് പറയുന്നത് ജീവൻ സംരക്ഷിക്കുവാൻ, സ്വാദ് നൽകുവാൻ, അതിനുള്ള പ്രത്യേകത, അലിഞ്ഞു ചേരുവാനുള്ള ആ പ്രത്യേകത ബഹുമാനപ്പെട്ട സിസ്റ്റർ സ്വായത്തമാക്കിക്കൊണ്ട് തമ്പുരാൻ്റെ ഉപ്പായി മറ്റുള്ളവർക്ക് സ്വാദ് നൽകുന്ന, സംരക്ഷണം നൽകുന്ന, അവർക്ക് ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ പോലും തയ്യാറാക്കുവാൻ പരിശ്രമിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ലോകത്തിന് പ്രകാശമാണ്. അന്ധകാരത്തിൽ ജീവിച്ച ജനതതി പ്രകാശം കണ്ടു. സിസ്റ്റർ സ്വർഗത്തിൽ ആയിരുന്നു കൊണ്ട് സുമിന്ദർ സിംഗ് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി മറ്റൊരു മുതലാളിയുടെ നിർബന്ധപ്രകാരമാണ് അങ്ങനെ ചെയ്തത്. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കഴിയുന്നു. ആ വ്യക്തിയെ ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് കുടുംബത്തിലെ ഒരു അംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യം ആ കുടുംബം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു അതുവഴിയായിട്ട്.
ബഹുമാനപ്പെട്ട സിസ്റ്റർ റാണി മരിയായുടെ ഈ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇൻഡോർ മേഖലയാണ്. അവിടെ വാസ്തവത്തിൽ സിസ്റ്റർ എടുത്ത ഈ ത്യാഗമൊക്കെ എത്ര വലുതാണ്. അതൊരു വലിയ പ്രകാശമായി ശോഭിക്കുകയാണ്. അന്ധകാരത്തിൽ ജീവിച്ച ജനതതി ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി അവർ യാത്ര പുറപ്പെട്ടു. അവിടെ യേശുവിനെ കണ്ടെത്തി. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ വഴി അനേകർ യേശുവിൻ്റെ ആ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശിതരായി യേശുവിനെ സിസ്റ്ററിലൂടെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, നമുക്ക് എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. പാവപ്പെട്ടവരോട് പക്ഷം ചേരുവാൻ ചെറുപ്രായത്തിലെ ആത്മീയമായ ചൈതന്യത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ സിസ്റ്റർ തമ്പുരാന് സാക്ഷിയായി സ്വന്തം ജീവൻ വിലയായി അർപ്പിക്കുവാൻ തയ്യാറായി. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളി ചെയ്ത തമ്പുരാൻ്റെ വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് ധന്യതയോടെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ സിസ്റ്ററിൻ്റെ ശവകുടീരത്തിലേക്ക് എത്ര വലിയ ജനബാഹുല്യമാണ് കടന്നു വരുന്നത്. വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കടന്നു വരുന്ന ആളുകൾ തമ്പുരാന് സാക്ഷിയായി ജീവിച്ച് അനേകരെ ജീവിക്കുവാൻ അഭ്യസിപ്പിച്ച് അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത് നമുക്കും ഒരു വിളിയാണ്, ഒരു വെല്ലുവിളിയാണ്. മനുഷ്യർ നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യങ്ങളെയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ അഷ്ടസൗഭാഗ്യങ്ങളുടെ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. റാണി മരിയയെപ്പോലെയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഫാദർ ക്രിസ്തുദാസിനെ പോലെയുള്ള ആളുകൾ അമ്പെയ്ത് മരിക്കപ്പെടുന്ന സാഹചര്യത്തിലും ലോകത്തിന് ഒരു വലിയ ഉപ്പായി പ്രകാശമായി തീർന്നു. സിസ്റ്റർ വത്സ ജോണും അതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് നിര്യാണം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ നമുക്ക് ഒരു പ്രചോദനമായി നിലകൊള്ളുകയാണ്. ലോകത്തിൻ്റെ ഉപ്പായി പ്രകാശമായി തീരുവാൻ നമ്മെ ഏവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.